ആര് കൊച്ചുവർക്ക് ചായനോ? ഞാൻ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. എന്തൊക്കെയുണ്ട് അച്ഛായ വിശേഷങ്ങള്? ദുബായിൽ നിന്ന് ജോസ് അച്ഛന്റെ വൈഫിന് എഴുതാറുണ്ടോ? ദേവന്റെ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് വേണ്ട. 5 മാസമായി വാടക വന്നിട്ട്. ഒന്നിൽ വാടക തരണം, അല്ലെങ്കിൽ ഇറങ്ങി തരണം. അച്ഛന്റെ തനി സ്വഭാവം കാണിക്കരുത് കേട്ടോ. നാളെ തന്നെ 5 മാസത്തെ വാടക അച്ഛൻ ഒന്നിച്ച് തന്നേക്കാം. മുതലാളിയോട് 2 മാസത്തെ ശമ്പളം ഞാൻ മുൻകൂർ തരാൻ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസമില്ലെങ്കിൽ ഈ പ്രതിമ സന്തോഷപൂർവ്വം സ്വീകരിച്ചാട്ടെ. വിറ്റാൽ നല്ല വില കിട്ടും. എനിക്കിത് വിൽക്കാനും വാങ്ങാനൊന്നും സമയമില്ല. വാടക കാശായിട്ട് തന്നാ മതി. അച്ഛൻ ഇതിന്റെ മൂല്യം അറിയില്ല. 500 വർഷത്തിനു മുമ്പ് ജീവിച്ചിരുന്ന ഒരു കോനാതിരിയുടെ പ്രതിമയാണിത്. രാജകുലോത്തുംഗമംഗ കോനാതിരി. 5000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞാലും പ്രതിമ എനിക്ക് വേണ്ട. ആ പ്ലാൻ മനസ്സിരിക്കട്ടെ, വർക്കിയോട് വേണ്ട. എന്നെ തെറ്റിദ്ധരിക്കുന്ന സങ്കടമുണ്ട്. ഇത് പ്ലാനോ പദ്ധതിയോ ഒന്നുമല്ല. കുറെ കാലമായി കൊച്ചുവർക്കി ചായാലും ഒരു ശില്പ സമ്മാനമായി തരണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നാണ് അതിന് പറ്റിയ സാഹചര്യം ഉണ്ടായത്. ഇത് വാങ്ങണം, ഷോക്കേസിൽ വെക്കാം അച്ഛന്റെ സ്മാരകമായിട്ട്. ദയവ് ഇത് വേണ്ടെന്ന് പറയരുത്. നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ഇത് സ്വീകരിച്ചാലും. മൊട്ടത്തലയാണെങ്കിലും മുഖലക്ഷണമുണ്ട്. ഉണ്ടുണ്ട്. പുണ്യാളന്റെ പ്രതിമ അല്ല. അല്ലല്ല. പക്ഷെ കണ്ണുകൾക്ക് നല്ല ജീവൻ. തത്തച്ചുണ്ട മൂക്ക്, ഇരട്ട താടി. എന്തായാലും മൊത്തത്തിൽ നല്ല ലക്ഷണമുണ്ട്. ഏതായാലും നീങ്ങുക. എന്റെ തല പൊട്ടിയതാ തോന്നുന്നത്. മാവിന്റെ കൊമ്പ, നല്ല നിമിത്തം. ഇതാണ് പ്രതിമ വാങ്ങിക്കാൻ പറ്റിയ സന്ദർഭം. പെട്ടെന്ന് തന്നെ വാങ്ങിക്കൂ. വാങ്ങാൻ കൈ നീട്ടിയതേ ഉള്ളൂ, തല പോയി. ഏത് കുരങ്ങന്റെ പ്രതിമയാണ് ഇത്? അവലക്ഷണം. ഒരു സിദ്ധന്റെയാ. ആരുടെ ആയാലും കൊള്ളാം. കാശുമില്ല, തലയും പോയി. ഇനി തല വിടാൻ വൈദ്യുതി തപ്പണം. അതിനുള്ള പണം താൻ തരണം. നാളെ ഞാൻ വരും. കൊണ്ടുപോടാ. എന്റെ അടുത്തൊന്നും ഒഴിഞ്ഞു പോകാൻ ഇഷ്ടമില്ലല്ലേ? കുറിച്ച് നോക്കുന്നുണ്ടല്ലേ? ആനുഷ്യത്വമില്ലാത്ത പിശാചി. ഓട്. എത്ര പ്രാവശ്യം ഞാൻ ഈ വാതിൽ തുറന്നിട്ടുണ്ട്, അപ്പോഴൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ഇത് ബാധ തന്നെ. എന്നെ കൊലയ്ക്ക് കൊടുക്കാൻ വന്ന ഒഴിയാ ബാധ. അയ്യോ, തല പോയി. കൂടോത്ര ക്ഷുദ്രമല്ലാണോ? തല പൊട്ടി തെറിക്കോ? വേണ്ട. അല്ല, തെറിക്കട്ടെ. ഇതെന്നെ തല. ഞാനെന്താ കാണുന്നു? നിധി എന്റെ പൊന്നു ചേട്ടാ. അണിക്കോ എല്ലാം ഉണ്ടല്ലോ. എനിക്ക് ആട്ടട്ടാക്കി വരും. എന്റെ മൊട്ട ചേട്ടാ. ഇനി താഴെ ബാക്കിയൊന്നുമില്ലല്ലോ. ഇത് മൊത്തത്തിൽ കൊണ്ടുപോയി ആരെങ്കിലും എന്നെ തട്ടിക്കളയും. കുറച്ച് സാമ്പിൾ കൊണ്ടുപോയി കോയമ്പത്തൂർ അണ്ണാച്ചിയെ കാണിക്കാം. ബാക്കി ഇവിടെ ഇരിക്കട്ടെ, കുറച്ചായിട്ട് വന്നെടുക്കാം. അയ്യോ, എവിടെയാ ഒന്ന് വെക്കുക? ഇത് വേണ്ട. ഇവിടെ സേഫ്. ശരിയാവില്ല. അയ്യോ, വേണ്ട. അയ്യോ, ഇതിടയിലോട്ട് വയ്ക്കാം. കള്ളമാരൊന്ന് പൊക്കിയെടുത്തോട്ട് പോകും. ചെയ്യില്ല. എവിടെയാ? മച്ചിന്റെ മേലെ വെക്കാം. മാൻഡ്രേ, അധോലോകത്ത് നിമിഷാർദ്ധങ്ങൾ കൊണ്ട് കോടികൾ സൃഷ്ടിക്കുന്ന മായാജാലക്കാരൻ.
മാന്ത്രികനാണ് ഞാൻ. അംജദ് ലാലാജി അതുകൊണ്ട് തന്നെയാണ് എനിക്ക് രോമന പേരിട്ടത്, ജൂനിയർ മാൻഡ്രൈഡ്. എന്റെ ചാണക്യ സൂത്രങ്ങളുടെ ആവനാഴി ഒഴിഞ്ഞപ്പോൾ സമ്പാദ്യങ്ങൾ മുഴുവൻ എന്റെ തലയ്ക്കുള്ളിലാക്കി ഒരു നമ്പ്യാരുടെ കയ്യിൽ ഇന്ത്യയിലേക്ക് അയച്ചു. അത് കൈപ്പറ്റാൻ നിങ്ങളെ വിവരം അറിയിക്കുന്നതിന് മുമ്പ് ഞാൻ ജയിലിലായി. സിംഗപ്പൂരിലെ തടവറയിലെ ചുമരുകൾക്ക് പോലും ചെവികളുണ്ടായിരുന്നു. എന്റെ നിശ്വാസം പോലും അടക്കി കഴിഞ്ഞ 5 വർഷക്കാലം കാത്തിരുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്പ്യാരുടെ കയ്യിൽ അകപ്പെട്ട എന്റെ തലയ്ക്ക് വേണ്ടി, അതിനകത്തെ കോടികൾക്ക് വേണ്ടി. അയാൾക്ക് പോലും അറിയില്ല അയാളുടെ കൈവശമുള്ള ഓട്ടുപ്രതിമയിലെ കണക്കറ്റ സമ്പാദ്യങ്ങളെ കുറിച്ച്. എനിക്കത് വേണം. എന്നിട്ട് വേണം എനിക്കെന്റെ സാമ്രാജ്യങ്ങൾ വീണ്ടും പടുത്തുയർത്താൻ, നഷ്ടപ്പെട്ട എന്റെ ചെങ്കോലും കിരീടവും വീണ്ടെടുക്കാൻ. ഞങ്ങൾ എന്ത് ചെയ്യണം ബോസ്? നമ്പ്യാരെ കണ്ടെത്തണം. പ്രതിമ എവിടെയുണ്ടെന്നറിയണം. ബാക്കി കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കും.